ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയബിൾസിനെ കുറിച്ചിട്ടാണ്. മെയിനായിട്ടും വേരിയബിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ലാംഗ്വേജുകളിൽ സിയിൽ അതുപോലെ തന്നെ ജാവയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ. സോ ആ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പർട്ടിക്കുലർ റൂൾസൊക്കെ ഉണ്ടാവും. സോ അതേപോലെ തന്നെ PHPൻ്റെ കേസിലും വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്, ഏകദേശം സിമിലർ ആണ്. സോ നമുക്ക് അതെന്താണെന്ന് നോക്കാം. വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. വേരിയബിൾസ് ആർ കണ്ടെയ്നേഴ്സ് ഫോർ സ്റ്റോറിങ് ഇൻഫർമേഷൻ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് എന്ത് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾസിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ഈ വേരിയബിൾ സ്റ്റാർട്ട് വിത്ത് ദ ഡോളർ സൈൻ, സോ ഫോളോഡ് ബൈ ദ നെയിം ഓഫ് ദ വേരിയബിൾ. സോ ഇങ്ങനെയാണ് വേരിയബിൾ നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം ഡോളർ സൈൻ, വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളർ സൈനിലായിരിക്കും. PHPയിൽ എപ്പോഴും വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡോളർ സൈനിലായിരിക്കും. അതിൻ്റെ ഫോളോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, വേരിയബിളിൻ്റെ പേരും കൊടുക്കും. സോ ഡോളർ എന്തെങ്കിലും ഒരു പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, അങ്ങനത്തെ ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ആവും. ഇവിടെ എക്സാമ്പിൾ നോക്കൂ, $H. ഇവിടെ ഏജ് ആണ് എന്ത്, ആ വേരിയബിളിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഡോളർ എല്ലാ വേരിയബിളിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. സോ വേരിയബിൾ നെയിം മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ ദ അണ്ടർസ്കോർ ക്യാരക്ടർ. മറ്റൊരു റൂളാണ്, വേരിയബിളിൻ്റെ പേരില്ലേ, വേരിയബിളിൻ്റെ പേര്, ദാറ്റ് മീൻസ് ഈ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ, അതേപോലുള്ള വേരിയബിൾ ഡോളർ കഴിഞ്ഞിട്ട് വരുന്ന വേരിയബിളിൻ്റെ പേര് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ലെറ്ററിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ ആയിരിക്കണം. വേരിയബിൾ നെയിം കനോട്ട് സ്റ്റാർട്ട് വിത്ത് എ നമ്പർ, നമ്പറിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. സോ ലെറ്ററോ അണ്ടർസ്കോറോ ആണെന്നുള്ളത് മസ്റ്റാണ്. അഥവാ ഈ വേരിയബിൾ നെയിം ക്യാൻ ഓൺലി കണ്ടെയ്ൻ, അതിൽ പിന്നെ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ലെറ്ററിലോ അല്ലെങ്കിൽ അണ്ടർസ്കോറിലോ ആണ്, നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ദെൻ വേരിയബിളിൻ്റെ നെയിമിൽ എന്തേ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ, ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സും അണ്ടർസ്കോഴ്സും മാത്രമേ. ആൽഫ ന്യൂമറിക് ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ക്യാപിറ്റൽ A to Z അല്ലേ, ദാറ്റ് മീൻസ് A to Z വരാം, ഏത് ക്യാപിറ്റലോ സ്മോളോ ഒന്നും ആകുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ തന്നെ 0 to 9 വരെയുള്ള ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സേ വരാൻ പറ്റുള്ളൂ. പിന്നെ എന്ത് വരാൻ പറ്റുള്ളൂ, അണ്ടർസ്കോർ വരാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, എന്തിൽ വരാൻ പറ്റില്ല, വേരിയബിൾസിൻ്റെ നെയിംസിൽ വരാൻ പാടില്ല. സോ വേരിയബിൾ നെയിംസ് ആർ കേസ് സെൻസിറ്റീവ്. അനദർ ഇമ്പോർട്ടൻറ്റ് റൂളാണ്, വേരിയബിളിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് സെൻസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ലെറ്ററിൽ $H എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കി, ക്യാപിറ്റൽ ലെറ്ററിൽ ഉണ്ടാക്കി, അതേപോലെ സ്മോൾ ലെറ്ററിലും $H ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ആണ്. സോ ഇതെന്താണ്, PHP വേരിയബിൾസ് എന്താണ്, കേസ് സെൻസിറ്റീവ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ദെൻ അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, വേരിയബിൾസ് ഉണ്ടാക്കിയിട്ടുള്ളതിന് എക്സാമ്പിളാണ്. PHP $txt എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലൊരു വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്, ഹലോ വേൾഡ് എന്നുള്ള വാല്യൂ ആണ് അസൈൻ ചെയ്തത്. $x എന്നിട്ടുള്ള മറ്റൊരു വേരിയബിൾ 5 അസൈൻ ചെയ്തു, $y 10.5. സോ ഇത് മൂന്ന് ടൈപ്സ് ഓഫ് വേരിയബിൾസ് ആണ്. ഇത് $txt എന്താണ്, സ്ട്രിങ് ആണ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്, ഇതെന്താണ്, ഇൻറ്റിജർ ആണ്, ഇതോ ഫ്ലോട്ട് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. സോ ഇതിൽ PHP ഈസ് എ ലൂസ്ലി ടൈപ്പ്ഡ് ലാംഗ്വേജ് എന്ന് പറയാനുള്ള കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഒന്നാമെന്ന് വെച്ചിട്ട് നമുക്കറിയാം, പല ലാംഗ്വേജുകളിലും നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഡാറ്റ ടൈപ്പും കൂടി വേരിയബിൾ ഡിക്ലറേഷനിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. ഇൻറ്റ് A എന്ന് പറഞ്ഞാൽ അത് A എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ആവും, ഇൻറ്റിജർ ആണ് അതിൻ്റെ ടൈപ്പ് എന്നുള്ള രീതിയിലൊക്കെ വേരിയബിളിൻ്റെ ടൈപ്പും കൂടി നമ്മൾ അതിൻ്റെ ഡിക്ലറേഷനിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ടാവലുണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, PHP നമ്മൾ അതുകൊണ്ടാണ് ലൂസ്ലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആണെന്നുള്ളതൊക്കെ പറയാനുള്ള കാരണം. ഓക്കെ, ദെൻ ടൈപ്പ് ജഗ്ലിങ്ങും ടൈപ്പ് കാസ്റ്റിങ്ങും എന്താണെന്നുള്ളത് നോക്കാം. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, PHP ഡസ് നോട്ട് റിക്വയർ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് ഡെഫിനിഷൻ ഇൻ വേരിയബിൾ ഡിക്ലറേഷൻ. വേരിയബിൾ ഡിക്ലറേഷൻ കേസിൽ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ടൈപ്പ് അല്ലെ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. വേരിയബിൾ ടൈപ്സ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദ വേരിയബിൾ യൂസ്. വേരിയബിളിൻ്റെ ടൈപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്താണ്, ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ വേരിയബിൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ടൈപ്പ് വരുന്നുണ്ടാവുക. സോ അതാണ് ടൈപ്പ് ജഗ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ ടൈപ്പ് കാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഇഫ് യു ഡു നോട്ട് ലൈക്ക് ടു യൂസ് PHP's ഓട്ടോമാറ്റിക് ടൈപ്പ് ജഗ്ലിംഗ് കൺവേർഷൻ ഫ്യൂച്ചർ ദെൻ യൂസ് ഇറ്റ്സ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ്. നമുക്കറിയാം, ടൈപ്പ് കാസ്റ്റിങ്ങിൽ ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും ഉണ്ട്. സാധാരണ രീതിയിൽ ടൈപ്പ് കാസ്റ്റിംഗ് PHP തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഇപ്പോൾ രണ്ട് വേരിയബിൾസ് ഉണ്ട്. രണ്ട് വേരിയബിൾസ് ഒന്നെന്താണ്, ഒരു ഇൻറ്റിജർ വേരിയബിളുമാണ്, മറ്റൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വേരിയബിളുമാണ്. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്താണ്, ഹയർ
ഏതാണോ ഡാറ്റ ടൈപ്പ് ഉള്ളത്. ദാറ്റ് മീൻസ് ഫ്ലോട്ടാണ് അവിടെ ഹയർ ആയിട്ടുള്ള ഡാറ്റ ടൈപ്സ്. സോ അതിലായിരിക്കും റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ അങ്ങനെ എന്ത് ചെയ്യുന്നു, അതെന്താണ്, അത് PHP ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ്. അതിനാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇപ്പോൾ ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് നമ്മൾ കൺവേർഷൻ നടത്തുന്നതിന് പകരം നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ടും കൊടുക്കാവുന്നതാണ്, നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ അങ്ങനെ ടൈപ്പ് കാസ്റ്റിംഗ്, അതാണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, സോ സിമ്പിളാണ് ടൈപ്പ് ജഗ്ലിങ്ങും ടൈപ്പ് കാസ്റ്റിംഗും. ദെൻ വേരിയബിളിൻ്റെ സ്കോപ്പാണ്. നമ്മൾ വേരിയബിൾ ക്യാൻ ഡിക്ലെയർ എനിവേർ ഇൻ ദ സ്ക്രിപ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഡിൽ എവിടെ വേണമെങ്കിലും വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ദ സ്കോപ്പ് ഓഫ് വേരിയബിൾ ഈസ് ദ പാർട്ട് ഓഫ് ദ സ്ക്രിപ്റ്റ് വേർ ദ വേരിയബിൾ ക്യാൻ ബി റെഫറൻസ്ഡ് ഓർ യൂസ്ഡ്. സ്കോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്, ഒരു വേരിയബിളിൻ്റെ സ്കോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സ്ക്രിപ്റ്റിൽ ആ വേരിയബിൾ എവിടെയാണോ റെഫറൻസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ വേരിയബിളിൻ്റെ സ്കോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ നമ്മളിപ്പം പല സ്ഥലങ്ങളിലും വേരിയബിൾസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സോ ഡിഫറെൻറ്റ് വേരിയബിളിൻ്റെ സ്കോപ്സ് ആണ് മെയിനായിട്ട് 3 വേരിയബിൾ സ്കോപ്സ് ആണ്, 3 വേരിയബിൾ ടൈപ്സ് ആണ് മെയിനായിട്ടും വരാറുള്ളത്. സോ ഇവിടെ 4 എന്ന് കൊടുത്തിട്ടുണ്ടോ, അത് മിസ്റ്റേക്ക് ആണ്. 3 ഡിഫറെൻറ്റ് വേരിയബിൾ സ്കോപ്സ് ആണുള്ളത്. 3 ഏതാണ്, ലോക്കൽ, ഗ്ലോബൽ, സ്റ്റാറ്റിക്സ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം ഗ്ലോബൽ വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. എ ഗ്ലോബൽ വേരിയബിൾ ക്യാൻ ബി ആക്സസ്ഡ് ഇൻ എനി പാർട്ട് ഓഫ് ദ പ്രോഗ്രാം. അഥവാ നമ്മളൊരു വേരിയബിളിനെ ഗ്ലോബൽ ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തെങ്കിൽ ആ വേരിയബിൾ നമുക്ക് ആ പ്രോഗ്രാമിൽ, ആ എൻറ്റയർ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ. ദ ഗ്ലോബൽ കീവേഡ് ഈസ് യൂസ്ഡ് ടു ആക്സസ് എ ഗ്ലോബൽ വേരിയബിൾ ഫ്രം വിത്തിൻ എ ഫംഗ്ഷൻ. അഥവാ നമുക്കിപ്പോൾ എന്ത് ചെയ്തു, ഒരു രണ്ടാമത്തെ പോയിന്റ് ആണ്. സോ നമ്മൾ പറഞ്ഞു ഗ്ലോബൽ വേരിയബിളായി ഡിക്ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെയും പ്രോഗ്രാമിൽ എവിടെയും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അതുപോലെ തന്നെ ഗ്ലോബൽ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു ഗ്ലോബൽ വേരിയബിൾ അവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ അതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ആ വേരിയബിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോബൽ കീവേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, ഗ്ലോബൽ വേരിയബിളിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ $x=5 എല്ലാത്തിനും മുകളിലാണ് നമ്മൾ ഒരു $x എന്നുള്ളത് ഒരു ഇൻഡിവിജ്വൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൽ 5 അസൈൻ ചെയ്ത് കൊടുത്തു. സോ ഇതിനെന്താണ്, ഗ്ലോബൽ സ്കോപ്പാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലും ഈ എക്സ് എന്തുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ എക്സ് ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ $x എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്. സോ ഇവിടെ സാധാ മാതിരിക്കാണ് നമ്മൾ ഗ്ലോബൽ കീവേഡ് ഒന്നും ഇവിടെ ഫംഗ്ഷൻ്റെ ഉള്ളിൽ അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഈ ഒരു എക്സാമ്പിളിൽ നമ്മളത് ഗ്ലോബൽ കീവേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിളാണിത്. അഥവാ എക്സ് എന്ന് പറഞ്ഞിട്ടും വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഗ്ലോബൽ ആയിട്ടുള്ള വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്തു. ഫംഗ്ഷൻ മൈ ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ എക്സും വൈയും നമ്മൾ എന്ത് ചെയ്തു, ഗ്ലോബൽ കീവേഡ് വെച്ചിട്ട് ഈ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് ഇവിടെ ആക്സസ് ചെയ്തു. ദെൻ അത് നമ്മൾ സം ചെയ്തു. ദെൻ എന്ത് ചെയ്തു, അത് റിസൾട്ട് എക്കോ ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് ഗ്ലോബൽ വേരിയബിൾ. ഇതിനടുത്ത് ലോക്കൽ വേരിയബിൾ എന്താണെന്ന് നോക്കാം. എ വേരിയബിൾ ഡിക്ലെയർ വിത്തിൻ എ ഫംഗ്ഷൻ ഹാസ് എ ലോക്കൽ സ്കോപ്പ്. അതുപോലെ മറ്റൊന്നാണ്, ഇതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നതാണ്, വിത്തിൻ എ ഫംഗ്ഷനാണ്. അതിനെയാണ് പറയാം ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആസ് എ ലോക്കൽ സ്കോപ്പ് ആൻഡ് ക്യാൻ ഓൺലി ബി ആക്സസ് വിത്തിൻ ദാറ്റ് ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷൻ്റെ ഉള്ളിലാണോ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അതിനുള്ള ആക്സസ് ഉണ്ടാവും. സോ എന്താണ്, ലോക്കലാണ്, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം ലോക്കലായിട്ടാണ് വരുന്നത് സ്കോപ്പ്. സോ എക്സാമ്പിൾ നോക്കൂ. PHP ഫംഗ്ഷൻ മൈ ടെസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഉള്ളിൽ $x=5. സോ ഇത് ഈ $x=5ന് ഈ $xന് എവിടെ മാത്രമേ ആക്സസ് ഉള്ളൂ, ലോക്കൽ ആക്സസ് ഉള്ളൂ, ഈ മൈ ടെസ്റ്റ് എന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ. ഈ ക്ലോസിങ് വരുന്നതോടുകൂടി അതിൻ്റെ സ്കോപ്പ് അവിടെ എൻഡ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. പക്ഷേ പിന്നെ അതിന് പുറത്ത് നമ്മൾ എവിടെയെങ്കിലും എക്സിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടില്ല. യൂസിങ് എക്സ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ പുറത്ത് എവിടെയെങ്കിലും നമ്മളത് ഉപയോഗിക്കാൻ നോക്കിയാൽ വിൽ ജനറേറ്റ് എറർ ജനറേറ്റ് ചെയ്യും. കാരണം എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലോക്കലാണ്, ഒരിക്കലും ഗ്ലോബൽ ആയിട്ടുള്ള സ്കോപ്പ് അല്ല. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദെൻ സ്റ്റാറ്റിക് വേരിയബിൾ എന്താണെന്ന് നോക്കാം. വെൻ എ ഫംഗ്ഷൻ ഈസ് കംപ്ലീറ്റഡ് ഓർ എക്സിക്യൂട്ടഡ് all of its variables are deleted. However, something we want to local variable not to be deleted, we need it for further job. To do this, use the static keyword when you first declare the variable. എന്താ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, നമ്മളിപ്പം നമുക്കറിയാം നമ്മളൊരു പ്രോഗ്രാം എഴുതി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വേരിയബിൾസും ഒക്കെ എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി പോകും അല്ലേ. അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൊത്തം ഫംഗ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻസും അതിൻ്റെ ഉപയോഗിച്ചിട്ടുള്ള വേരിയബിൾസും ഒക്കെ ഡിലീറ്റ് ആയി പോകും. സോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ അതൊക്കെ എന്ത് ചെയ്യും, ഡിലീറ്റ് ആയി പോകും.
സോ അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ലോക്കലായിട്ടൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ അത് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾ സാധാരണയായിട്ട് അത് പോവലാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഫർദർ ആയിട്ട് പിന്നെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ വേരിയബിൾ നമുക്ക് ഉപയോഗിക്കണം എന്ന് വെക്കുക. സോ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ആ വേരിയബിളിനെ എന്താക്കി വെച്ചാൽ മതി, സ്റ്റാറ്റിക് വേരിയബിൾ ആക്കി വെച്ചാൽ മതി. നമുക്ക് എന്ത് ചെയ്യും, ഫർദർ ആയിട്ടുള്ള ജോബിന് വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ് സ്റ്റാറ്റിക് കീവേഡ്. സോ എന്ത് ചെയ്യും, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്താൽ മതി, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് കൊടുത്തു കഴിഞ്ഞാൽ മതി, സ്റ്റാറ്റിക് $x. സോ ഇവിടെ $x എന്താണ്, ഒരു സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. സോ അത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഈ ഫംഗ്ഷൻ എൻഡ് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ $x എന്ത് ചെയ്യില്ല, അവിടുന്ന് ഡിലീറ്റ് ആയൊന്നും പോവില്ല, അത് അവിടെ ഉണ്ടാകും. അത് നമുക്ക് പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് സ്റ്റാറ്റിക് വേരിയബിൾ. ഇനി നമുക്ക് എക്കോ ആൻഡ് പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്കോപ്പ് അല്ലേ, വേരിയബിൾസിൻ്റെ സ്കോപ്പ് മെയിനായിട്ട് 3 ടൈപ്സ് ആണ്. അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി, വേരിയബിൾ എന്താണെന്ന് നോക്കി. നമുക്ക് എക്കോ ആൻഡ് പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. 2 മെയിൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എന്ത്, എക്കോ ആൻഡ് പ്രിന്റ്. ദർ ആർ 2 ബേസിക് വേസ് ടു ഗെറ്റ് ഈ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. എക്കോ യൂസ് ചെയ്യും, അതുപോലെ പ്രിന്റും യൂസ് ചെയ്യും. സോ രണ്ടിലും ഡിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട് എക്കോയും പ്രിന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. സോ എക്കോ ഹാസ് നോ റിട്ടേൺ വാല്യൂ വൈൽ പ്രിന്റ് ഹാസ് എ റിട്ടേൺ വാല്യൂ ഓഫ് 1. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എക്സ്പ്രഷൻസ്. സോ എന്താണ് ഫസ്റ്റ് ഡിഫറൻസ് പറയുന്നത്, എക്കോയും പ്രിന്റും യൂസ് ചെയ്യുന്നതാണ് നമുക്ക് സം ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സം പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഒരു ഡിഫറൻസ്, എക്കോ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഒരു ഫംഗ്ഷൻ തന്നെയാണല്ലോ രണ്ടും, പക്ഷേ എക്കോ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. പക്ഷേ പ്രിന്റ് എന്ത് ചെയ്യുന്നുണ്ട്, 1 എന്നുള്ളൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്പ്രഷൻസിൻ്റെ കേസിലാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എക്സ്പ്രഷൻസ്. സോ എക്സ്പ്രഷൻ്റെ കേസിൽ ഏറ്റവും നല്ലത് ഉപയോഗിക്കുന്നത് ഏതാണ്, പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എക്കോ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, എക്കോ ക്യാൻ ടേക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് വൈൽ പ്രിന്റ് ക്യാൻ ടേക്ക് 1 ആർഗ്യുമെന്റ്സ്. സോ എന്താ ഡിഫറൻസ്, എക്കോ എത്ര മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സിനും എന്ത് ചെയ്യും, ടേക്ക് ചെയ്യും. പക്ഷെ പ്രിന്റ് ആകെ ഒരു ആർഗ്യുമെന്റിനെ മാത്രമേ ടേക്ക് ചെയ്യുള്ളൂ. സോ അവിടെ ഏറ്റവും നല്ലത് ഏതാണ്, എക്കോ ആണ്. കാരണം എന്താണ്, നമുക്ക് ഒറ്റയടിക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സിനെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ നല്ലത്, എക്കോ യൂസ് ചെയ്യാൻ നല്ലത്. ഓക്കെ, സോ അതാണ് ആ ഒരു പോയിന്റ്. അടുത്ത പോയിന്റ്, എക്കോ ഈസ് മാർജിനലി ഫാസ്റ്റർ ദാൻ പ്രിന്റ്. എന്താണ്, എക്കോ ഏതിനെക്കാട്ടിലും പ്രിന്റിനെക്കാട്ടിലും ഫാസ്റ്റർ ആണ്. സോ അതൊക്കെ എന്താണ്, എക്കോൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ദ എക്കോ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഓർ വിത്തൗട്ട് പാരാന്തസിസ്. നമുക്ക് എക്കോ സ്റ്റേറ്റ്മെന്റ്സ് പാരാന്തസിസോട് കൂടിയും പാരാന്തസിസ് ഇല്ലാതെയും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. സിംപ്ലി എക്കോ എന്ന് കൊടുത്തിട്ട് എന്ത് എഴുതിയാലും എന്തെങ്കിലും പ്രിന്റ് ആവും. അതുപോലെ തന്നെ എക്കോ പാരാന്തസിസ് ഇട്ടിട്ടും ചെയ്യാറുണ്ട്. സോ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്കോയുടെ ഇവിടെ 2 വേരിയബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ടെക്സ്റ്റ് 1ഉം ടെക്സ്റ്റ് 2 2 വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സും വൈയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എക്കോ ഉപയോഗിച്ചുകൊണ്ട് ആ ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഹെഡിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് H2 കൊടുത്തിട്ടുള്ളത്. കൺകാറ്റിനേഷനായിട്ട് ഡോട്ടാണ് കൊടുക്കാറുള്ളത്. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്തു, $x പ്ലസ് $y സം ചെയ്തിട്ട് എക്കോ ചെയ്യുന്ന രീതിയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിന്റിനുള്ള എക്സാമ്പിളാണ്. പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നത്, വിത്തൗട്ട് പാരാന്തസിസ് ഉപയോഗിക്കാറുണ്ട്. പ്രിന്റ് ജസ്റ്റ് കൊടുക്കാറുണ്ട്, പ്രിന്റ് ബ്രാക്കറ്റ് ഇട്ടിട്ടും കൊടുക്കാറുണ്ട്. ഓക്കെ, ഇവിടെ രണ്ടും കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് 3-4 വേരിയബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വേരിയബിൾസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തു, അതേ സംഭവം പ്രിന്റ് വെച്ചിട്ട് പ്രിന്റ് ചെയ്തു. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് കോൺസ്റ്റന്റ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എ കോൺസ്റ്റന്റ് ഈസ് എന്താണ്, ഈസ് എൻ ഐഡന്റിഫയർ അല്ലെങ്കിൽ ഒരു നെയിമാണ് ഫോർ എൻ അസംബിൾ വാല്യൂ. ദ വാല്യൂ കനോട്ട് ബി ചേഞ്ച് ഡ്യൂറിങ് ദ സ്ക്രിപ്റ്റ്. അഥവാ സ്ക്രിപ്റ്റ് മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഒരു തരത്തിലുള്ള എന്താണ് ഐഡന്റിഫയർ ആണ് എന്ത് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ. എ വാലിഡ് കോൺസ്റ്റന്റ് നെയിം സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. നമ്മൾ വേരിയബിൾ പറഞ്ഞ പോലെ തന്നെ എന്ത്, അത് കോൺസ്റ്റന്റിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായിരിക്കും, ലെറ്ററിനോടോ അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊണ്ടോ ആയിരിക്കും. ടു ക്രിയേറ്റ് എ കോൺസ്റ്റന്റ് യൂസ് ഡിഫൈൻ ഫംഗ്ഷൻ. അപ്പോൾ തന്നെ നമ്മൾ കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫൈൻ ഫംഗ്ഷനാണ് ഉപയോഗിക്കാറുള്ളത്. ഡിഫൈൻ എന്ന് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ആ കോൺസ്റ്റന്റിന്റെ പേര് കൊടുക്കുക, വാല്യൂ കൊടുക്കുക, കേസ് ഇൻസെൻസിറ്റീവ് എന്നുള്ളതും കൊടുക്കുക. സോ ഇത്രയും കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷൻ ഈ നെയിമിൽ എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് അവിടെ ക്രിയേറ്റ് ആയി പോകും. അപ്പോൾ ഇവിടെ
ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. PHP define greeting എന്നാണ് ഞാനിവിടെ കോൺസ്റ്റൻ്റ് പേര് കൊടുത്തിട്ടുള്ളത്. വെൽക്കം ടു വാല്യൂ, അതിൽ വെൽക്കം ടു w3school.com എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ഇല്ല. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അപ്പോൾ എന്ത് ചെയ്യും, എന്നിട്ട് എക്കോ ഗ്രീറ്റിംഗ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക റിസൾട്ട്, വെൽക്കം ടു w3school.com എന്നുള്ളത് നമുക്ക് കിട്ടും. യു ക്യാൻ ക്രിയേറ്റ് ആൻ അറേ കോൺസ്റ്റൻറ്റ് യൂസിങ് ദ ഡിഫൈൻ ഫംഗ്ഷൻ. അതുപോലെ തന്നെ അറേ ഓഫ് കോൺസ്റ്റൻസ് അഥവാ സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫൈൻ എന്നുള്ള ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഈ വീഡിയോയിൽ നമ്മൾ വേരിയബിൾ എന്താണെന്ന് പഠിച്ചു, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്കോപ്സ് ഓഫ് വേരിയബിൾസിലെ വേരിയബിൾസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കോപ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ പ്രിൻറ്റും എക്കോ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചു, കോൺസ്റ്റൻറ്റിനെ കുറിച്ചിട്ടും പഠിച്ചു. ഓക്കെ.